കുടുംബങ്ങളിലോ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടാ നീ തിരുത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് നിന്റെ മോനാകണമെന്നില്ല, നിന്റെ കുടുംബക്കാരനാകണമെന്നില്ല, നിന്റെ പൊന്നാര മകളാകണമെന്നില്ല. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന വൃത്തികേടായ പാപമായ ഒരു കാര്യം നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുട്ടികൾ ചെയ്യുകയാണ്. തിരുത്തു ബാപ്പാ, തിരുത്തു ബാപ്പാ, അത് തെറ്റാണെന്ന് നീ പറഞ്ഞു കൊടുക്കണേ. അത് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഒരു ജോലിയാണ്. നിനക്കതിനുള്ള അധികാരമുണ്ടോ? നിനക്കതിനുള്ള സ്ഥാനമുണ്ടോ? പഠിച്ചവനെ തെറ്റ് ചെയ്യുന്നത് കണ്ടാ നീ തിരുത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പാപ്പാരെ പേടിയില്ലെങ്കിലും ഉപ്പാപ്പമാരെ പേടിച്ചിരുന്ന കാലമുണ്ടായിരുന്നടോ. പ്രായമുള്ളവരുണ്ടടാ, അവര് കുറ്റം പറയുമടാ, അവർ ഉപദേശിക്കുമടാ, അവര് വഴക്കു പറയുമടാ, എല്ലാം വരുമടാ എന്ന് പറഞ്ഞിട്ട് ഒളിച്ചും പാത്തും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നതൊക്കെ മാറിയില്ലോ, ഇന്നതൊക്കെ മാറിയില്ലോ. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കാണും പ്രായമായ ഒരു നല്ല മനുഷ്യന്, ഇന്നില്ലാതെ പോയടോ. നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണ്? എന്തൊക്കെ വൃത്തികേടുകളാണ്, എന്തൊക്കെ മോശമായ സ്വഭാവങ്ങളാണ്. പഠിച്ചവനെ, ഇന്നത്തെ വിവാഹ വേദികളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെല്ലാം പേക്കൂത്തുകളാണ്. വളരെ മോശമായ വൃത്തികെട്ട ഈ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിലല്ലോ ഇന്ന് ഓരോ പെൺകുട്ടികളുടെ വിവാഹം നടക്കുമ്പോൾ, നിന്റെ കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോ ഇന്ന് ഗാനമേളയല്ലോ. വിവാഹത്തിന്റെ തലേ ദിവസം ഗാനമേളയാണ്. പഠിച്ചവനെ, പാട്ടും കൂത്തുമാണ്. ചെറുപ്പക്കാരൻ കിടന്നാടുകയാണ്, ആണും പെണ്ണും കിടന്നാടുകയാണ്. അവർക്ക് പക്വതയില്ലെന്ന് പറയാ ബാപ്പാ. 15-20 വയസ്സുള്ള മക്കള് പാട്ട് കേട്ടിട്ട് കിടന്ന് ഡാൻസ് ചെയ്താൽ ഞാനത് ഹലാലാണെന്ന് പറയുന്നില്ല. ആ മക്കൾക്ക് അറിവില്ലെന്ന് പറയാ, ആ മക്കൾക്ക് പക്വതയില്ലെന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, 40 കഴിഞ്ഞ ഉമ്മയുടെ ഡാൻസ് കാണണ്ടേ, 50 കഴിഞ്ഞ വാപ്പയും ഡാൻസ് ചെയ്യുകയാ. ഇവർക്കിനി എന്നും പക്വത വരാനാ? 15, 20, 25, 30 വയസ്സുള്ള ഒരാണോ പെണ്ണോ കല്യാണം വെട്ടി കിടന്ന് കാണിച്ചാ പറയാം തമ്മീസായില്ലെന്ന്, വിവരം വെച്ചിട്ടില്ലെന്ന് പറയാം. പക്ഷേ ആ മക്കള് തെറ്റ് ചെയ്യുമ്പോ തിരുത്തേണ്ട വാപ്പ അതിന് മുമ്പിൽ കിടന്നാടുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ എങ്ങനെ വിലയുണ്ടാകും? പിന്നെ എങ്ങനെ സ്ഥാനമുണ്ടാകും? ബക്കറ്റ് എടുക്കാറായോ? സുബ്ഹാനല്ലാഹ്. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈവച്ചേടോ, പോക്കറ്റ് കൈവച്ചേ. പൈസ ഒന്നും എടുക്കണ്ട, പോക്കറ്റ് കൈവി വെച്ചോ. റജബ് മാസമാ, റജബ് മാസം ബറക്കത്ത് ദുആ ചെയ്യാൻ പറഞ്ഞ മാസം. അൽഹംദുലില്ലാഹ്, യതീമായ 16 മക്കൾ, 30ഓളം ഹാഫിദീങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥാപനം നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളാണ് ബക്കറ്റുമായിട്ട് പോണേ? അല്ല, ആരെ ബക്കറ്റ് കൊണ്ടുപോകണ ചങ്ങാതി ഒന്ന് വിളിക്കണം. നിങ്ങൾ പോണെങ്കിൽ അയാളോട് എനിക്ക് കാര്യം പറയാനുണ്ട്. ആരാ ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതി? ആരാ? നിങ്ങളൊന്ന് പോന്നേ, വയറൊക്കെ പോട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോകുന്ന മനുഷ്യനുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം, നാണക്കേട് പാടില്ല. എന്തിനാ നാണം കിടുന്നത്? നമുക്ക് വീട് കിട്ടാനല്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സഹോദര, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഹദീസ് പഠിക്കണ്ട, ആലിമാകണ്ട, ഹാഫിളാകണ്ട, ഇതറിയാത്ത ആരുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്തെങ്കിലും പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ ബക്കറ്റുമായിട്ട് നിന്റെ മുമ്പിൽ വരുമ്പോ നീ പൊട്ടം കളിക്കും, അത് പോട്ടെ, അത് വേറെ. കണ്ട പരിചയം പോലും കാണിക്കൂല. എന്നാ നിനക്ക് എന്തെങ്കിലും പറ്റി, നീ ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഒരു അപകടം പറ്റി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൊക്കിയെടുത്തുകൊണ്ട് നിലമ്പൂരുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറയുകയാ സർജറി ചെയ്യണം, ഇത്തിരി ഡേഞ്ചറാണ്, ഇത്തിരി സീരിയസ് ആണ്.
24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. നാളെ രാവിലെ ഈ കാണുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് നിന്റെ മകൻ നിൽക്കുന്നു, നിന്റെ ഭാര്യ പറഞ്ഞു വിടും, ഇല്ലെങ്കിൽ നീ പറഞ്ഞു വിടും. എന്തിന്? മോനെ ഉസ്താദിന്റെ അടുക്ക പോകണം. ഉസ്താദ് ചോദിക്കുക, എന്തേ മോനെ? പാപ്പ ഇന്നലെ ആക്സിഡന്റ് പറ്റിയിട്ട് ഇപ്പൊ ഐസിയുനകത്ത് കിടക്കാ ഉസ്താദെ, സർജറി ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ തന്നു വിട്ടതാണ് ഉസ്താദെ, കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന്റെ പൈസ ഇന്ന ഉസ്താദെ ഒന്ന് ദുആ ചെയ്യണേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ പൈസ കൊടുക്കുന്നേ? ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? എന്തിനാ പൈസ കൊടുക്കുന്നേ? ഉസ്താദെ വാപ്പ ഐസിയുവിലെ ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? താത്ത നിന്റെ അടുത്ത് ഇപ്പൊ വരുമ്പോ നിനക്ക് മനസ്സില്ല, നിന്റെ ശരീരത്തിൽ ഒരു മുഴ വന്നിട്ട് ക്യാൻസറിന്റെ ടെസ്റ്റിന് അയക്കുമ്പോ എന്നാ ഉസ്താദെ സ്വർണം പള്ളിക്ക് പാവങ്ങൾക്ക് എത്തിങ്ങാനിക്ക് ദുആ ചെയ്യണേ. എന്തിനാ സ്വർണം ഊരി കൊടുക്കുന്നേ? ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദക്ക വിപത്തിനെ തട്ടിമാറ്റും. അപ്പൊ നിങ്ങൾക്കറിയാം ഈ സദക്ക കൊടുക്കുന്നത് കൊണ്ട് രക്ഷപ്പെടുമെന്ന്. അതല്ലേ ഞാനും പറഞ്ഞത്. ഇപ്പൊ കൊടുത്താൽ നിനക്ക് എന്തെങ്കിലും പറ്റുമോ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ ഈ ബക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും ഇട്ടാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ, അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ, ആ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുമല്ലോ. അതുകൊണ്ട് പടച്ചവനെ, പഠിക്കുന്ന മക്കള് പള്ളിയുടെ മുകളിലാ കിടക്കുന്നത്, അവർക്ക് സൗകര്യമില്ല, അതിനകത്ത് കിടന്ന മക്കള് പഠിക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു റൂം വേണമടോ, അവർക്ക് സ്വന്തമായിട്ടൊരു റൂം വേണമടോ. അതിനാണ് ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തോ. നിങ്ങളെ എപ്പോഴും പറയുന്ന ഉസ്താദേ, രോഗമാ വേദനയാ പ്രയാസമാ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന പെങ്ങളെ, രോഗം മാറാൻ നബിതങ്ങൾ ഒരു വഴി പറയുകയാ. നിന്റെ രോഗം മാറണോ, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറണോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു വഴി പറയുകയാണ്. ആ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ മരുന്ന് കഴിച്ചാൽ മാത്രം മാറൂല. അവർ അല്ലാഹുവേ ഒരു സദഖ കൊടുത്തിട്ട് റബ്ബിനോട് പറയും, പടച്ചവനെ ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കാൻ. അതുകൊണ്ട് അൽഹംദുലില്ലാ, എല്ലാവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ കയ്യിലുള്ളതിൽ ഒരു നല്ല ഹദിയ എടുത്തിട്ട് ഈ ബക്കറ്റിന്റെ അകത്തിട്ട്, അല്ലാഹുവേ എന്തു മാരക രോഗം എന്റെ ശരീരത്തിലുണ്ടെങ്കിലും പടച്ചവനെ നീ ശിഫയാക്കി തരണേ അല്ലാ. അപകടങ്ങളും അപകട മരണങ്ങൾ, ദുർമരണങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. ആരെല്ലാം വിട്ടുകൊടുക്കുന്നുണ്ടോ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ബിസ്മില്ലാഹ്. ഈ അടുത്ത് ഉസ്താദിന്റെ സഹോദരി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ പൊന്നു പെങ്ങളുടെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ ഭാര്യയും അല്ലാഹു രണ്ടുപേർക്കും മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നിങ്ങളുടെ അവസരം ദുആ ചെയ്തിട്ടോ നിയ്യത്ത് ചെയ്തിട്ടോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആരെല്ലാം സദഖ കൊടുക്കുന്നുണ്ടോ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ നുക്കളവരുടെ ശരീരത്തിലുണ്ടോ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എടോ തിരുത്തണം സഹോദരാ. അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അവകാശമാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടാ തിരുത്തണേ, അത് പാപമാണെന്ന് പറയണോ. അപ്പൊ നീ പറയും, ഉസ്താദേ ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കില്ലല്ലോ, അവര് കളിയാക്കുമല്ലോ, അവര് പരിഹസിക്കുമല്ലോ, അവര് നിന്നെ കാണുമ്പോൾ മോശക്കാരനാക്കുമല്ലോ. പാപ്പാ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയുകയാ, ഉമ്മയോട് പറയുകയാ, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ്
ചെയ്യുന്നത് കണ്ടാൽ അതാരാണെങ്കിലും പറയണോ, അതാരാണെങ്കിലും തിരുത്തണേ. അവര് കളിയാക്കട്ടെ, അവര് പരിഹസിക്കട്ടെ, അവര് നാണം കെടുത്തട്ടെ, അവര് നിന്നെ കൂക്ക് വിളിക്കട്ടെ. നിന്റെ കുടുംബത്തിലാകട്ടെ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, അനാചാരങ്ങൾ നടക്കുന്നത് കണ്ടാൽ, ആർഭാട വിവാഹങ്ങൾ നടക്കുന്നത് കണ്ടാൽ, ഗാനമേളകൾ നടത്തുന്നത് കണ്ടാൽ, റാലികൾ നടത്തുന്നത് കണ്ടാൽ, പടക്കം പൊട്ടിക്കുന്നത് കണ്ടാൽ, നിന്റെ കുടുംബത്തിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടാ നീ തിരുത്തണേ ബാപ്പാ, നീ തിരുത്തണേ പെങ്ങള്. അനുസരിക്കുന്നതും അനുസരിക്കാത്തതും അവരുടെ ഇഷ്ടമാണ്. നിന്നോട് പറഞ്ഞത് ചെയ്യാനല്ലേ, നിന്നോട് പറഞ്ഞത് ഉപദേശിക്കാനല്ലേ. നീ ഒരിക്കലും സങ്കടപ്പെടണ്ട. അല്ലാഹുവേ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ, തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് നിങ്ങളെ തിരുത്തി കൊടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ആരാരും സഹായിക്കാറില്ലാതെ ആ ചെമ്പിന്റെ തറയിൽ നിന്ന് ഉരുകുന്ന ദിവസമുണ്ടല്ലോ, ആ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹു വിളിക്കുകയാ, വാവാപ്പാ, ഉപ്പമാരെ, പ്രായം ചെന്ന ഉമ്മമാരെ, നിങ്ങൾ ഇന്ന് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലെ തെറ്റുകൾ നടക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബങ്ങളിലെ തെറ്റുകൾ നടത്തുമ്പോൾ അത് പാപമാണ്, അത് പാപമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാനി 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 വരുന്ന ജനങ്ങൾ നിൽക്കുന്ന അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, പേടിച്ച് വിറച്ചുകൊണ്ട് തലതാറ്റി പിടിച്ച് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലാഹുവിന്റെ മസ്റയുണ്ടല്ലോ. ആ മസ്റയിൽ അല്ലാഹു നിന്നെ വിളിക്കുകയാ, ഉമ്മാ, അപ്പാ, നിന്നെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറയുകയാണ്, വയദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്. ഇന്ന് വിചാരണയില്ലാതെ നീ സ്വർഗത്തിലേക്ക് പൊക്കോ. ഹജ്ജ് ചെയ്തതിന്റെ കൂലിയല്ല, ഉംറ ചെയ്തതിന്റെ കൂലിയല്ല, പള്ളി കെട്ടിക്കൊടുത്തതിന്റെ കൂലിയല്ല, നിസ്കരിച്ചതിന് അല്ലാഹു തരുന്ന കൂലിയല്ല, പടച്ചവനെ നോമ്പ് പിടിച്ചതിന് അല്ലാഹു തരുന്ന കൂലിയല്ല. നിന്റെ കുടുംബത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ യഅ്മുറൂന ബിൽ മഅറൂഫ്, ഒരു പാപം ചെയ്യുന്നത് കണ്ടപ്പോ ആ മക്കൾക്ക് തിരുത്തി കൊടുത്തതിന്റെ പേരില് അല്ലാഹു നാളെ വിചാരണയില്ലാതെ നിന്നെ സ്വർഗത്തിലേക്ക് കടത്തി വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയുമോ? ഉപ്പാ, നിനക്ക് സ്ഥാനമില്ലാതെ പോയത്, നിന്നെ ബഹുമാനിക്കാത്തത്, നിന്നെ ആദരിക്കാത്തത്, നീ ആദരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കാത്തത് കൊണ്ടാ, ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരിക്കാത്തത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സ്ഥാനമാനങ്ങളൊക്കെ അല്ലാഹുവാണ് തരുന്നത്, ബഹുമാനം അല്ലാഹുവാണ് തരുന്നത്. അത് പണം കൊടുത്ത് വാങ്ങുന്നതല്ല, കഷ്ടപ്പെട്ട് വാങ്ങുന്നതല്ല, അത് അല്ലാഹു തരണം ബാപ്പാ, പെങ്ങളെ, അത് പടച്ച റബ്ബ് തരണം. അത് എങ്ങനെ വാങ്ങുന്നതാണെന്നറിയുമോ? അതിരാത്രികളിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് വാങ്ങുന്നതാ. അത് വെറുതെ ലഭിക്കുന്നതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോവുകയാണ്. ലോകത്തിന്റെ നേതാവ് സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാണെന്നറിയുന്നില്ല, ആരാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകന് നല്ല പരിചയമുള്ള ഒരു മനുഷ്യനാണ് നടന്നു പോകുന്നത്. വിധങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് നടന്നു പോകുന്നത്. ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗ്ഗത്തിൽ നിന്ന് ചിന്തിക്കുമ്പോ മലക്കുകൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നടന്നു പോകുന്നത് ആരാണെന്നറിയുമോ നബിയേ? സയ്യിദുനാ ബിലാൽ,
അങ്ങയുടെ സ്വഹാബിയായ ബിലാലാണ് നബിയേ. കറുത്തവനായ അടിമയായ ഭീകരയായ മുടിയൊക്കെ ചുരുണ്ടുപോയ പാവപ്പെട്ടവനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ സ്വർഗ്ഗത്തിൽ നടന്നു പോവുകയാ. നബി തങ്ങൾ പോലും ചോദിക്കുന്നു, മലക്കുകളെ, എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏത് മലക്കിനോട് ചോദിച്ചാലും ബിലാലിന്റെ പേര് പറയും നബിയേ. ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. ആരാ ചെറുപ്പക്കാരാ ബിലാൽ? ബിലാൽ ഞങ്ങളുടെ ചരിത്രം പഠിച്ചവനല്ലേ? അടിമയായിരുന്നല്ലോ, പാവപ്പെട്ടവനായിരുന്നല്ലോ, കറുത്തവനായിരുന്നല്ലോ, പൊള്ളനായിരുന്നല്ലോ, മുടിയൊക്കെ ചുരുണ്ടവനായിരുന്നല്ലോ. ആ പാവപ്പെട്ടവനായ ബിലാലിനെ കുറിച്ച് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, നിങ്ങൾക്കറിയാ നബിയേ, ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് പ്രവാചകൻ ഇത് പറയുകയാ, സ്വഹാബാ, ഇന്നലെ ഞാൻ സ്വർഗ്ഗത്തിൽ വെച്ച് ബിലാലിനെ കണ്ട് സ്വഹാബാ. ബിലാൽ എന്റെ മുമ്പിലൂടെ നടന്നു പോവുകയാണ്. എല്ലാ മലക്കുകൾക്കും ബിലാലിനെ അറിയാം, എല്ലാ മലക്കുകൾക്കും ബിലാലിനെ അറിയാം. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഐന ബിലാൽ, എന്റെ ബിലാൽ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനായിരിക്കുന്ന സ്വഹാബത്ത് അബൂബക്കർ തങ്ങളുണ്ട്, ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, പ്രജവനെ പ്രമുഖരായ വലിയ വലിയ സമ്പന്നന്മാരായ സ്വഹാബത്ത് നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ ആ പാവപ്പെട്ടവനായ ബിലാലിനോട് ചോദിക്കുന്നു, ബിലാലേ, എന്ത് നന്മയാ നീ ചെയ്യുന്നത്? എന്ത് നന്മയാ നീ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ പരിചയമുണ്ടാകാറ്. എന്ത് നന്മയാ ബിലാലേ, ഈ സ്ഥാനം കിട്ടാൻ നീ എന്ത് നന്മയാണ് ചെയ്തിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയാഞ്ഞിട്ടല്ല, നബിതങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് പഠിക്കാൻ പറയുകയാ. എല്ലാവരും ബിലാൽ തങ്ങളെ നോക്കുകയാണ്. ആ പാവപ്പെട്ടവനായ ബിലാൽ തങ്ങൾ പറഞ്ഞു, നബിയേ, പറയാൻ എനിക്കിഷ്ടമില്ല നബിയേ, എന്നാലും അങ്ങ് ചോദിച്ചാ പറയണമല്ലോ, അങ്ങ് ചോദിച്ചാ പറയണമല്ലോ. യാ റസൂലല്ലാഹ്, എനിക്കൊരു സ്വഭാവമുണ്ട് നബിയേ. ബിലാൽ തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. എപ്പോഴും മുതുവോടുകൂടിയാണ് നടക്കുന്നത്, എപ്പോഴും മുതുവോടുകൂടിയാണ് നടക്കുന്നത്. എപ്പോ മുതുപെടുത്താൽ ഞാൻ പോയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും നബിയേ. ഒന്നുപെടുത്തു കഴിഞ്ഞാ ബിലാൽ തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമായിരുന്നു. ആ സുജൂദിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്, ആ സുജൂദിന് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലമാ. ബിലാൽ തങ്ങളെ മലക്കുകൾക്ക് പരിചയമുണ്ടായിരുന്നു. അത്രയും അറിയപ്പെടുന്ന ഉയരമുള്ള സ്ഥാനത്തേക്ക് ആ അടിമയായിരുന്ന ബിലാൽ തങ്ങൾ ആ പദവിയിലെത്താനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ തങ്ങൾ ആ സുജൂദിനെ അധികരിപ്പിച്ചതിന് റബ്ബ് കൊടുത്ത പദവിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് അല്ലാഹു അതിന്റെ അടയാളം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പിന്നെ പ്രിയപ്പെട്ടവര്, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് പ്രകാശമില്ല, ഈമാനിക ചൈതന്യമില്ല. അവനെ കാണുമ്പോഴേ അറിയാമോ, ഒരാളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശമുണ്ടോ ഇല്ലയോ എന്ന്. സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് പ്രകാശം
പ്രകാശമില്ല, കാണാ സുന്ദരനാണ്. എന്ത് പറ്റി മോനെ, മുഖത്തൊരു സന്തോഷമില്ലല്ലോ, ഒരു ഐശ്വര്യമില്ലല്ലോ, സുഖമില്ലേ നിനക്ക്? എന്തുകൊണ്ടാ? അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശമില്ലാത്തത് കൊണ്ടാണ്. എന്നാ സുബഹി നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശമാ, ഒരു വല്ലാത്ത ചൈതന്യമാണ്. അവനെ കാണാൻ തന്നെ മനസ്സിനൊരു സമാധാനമാണ്. അതുകൊണ്ട് സുജൂദ് ചെയ്താ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന്റെ മുഖത്ത് അതിന്റെ അടയാളം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലം എന്താ? 10 പ്രതിഫലമാണ് നബി തങ്ങൾ പറയുന്നത്. അതിന് ഒന്നാമത്തെ പ്രതിഫലമാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ, അല്ലാഹുവിന്റെ സാമീപ്യം വേണോ? അല്ലാഹുവിന്റെ സാമീപ്യം വേണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുകയാണ്, അഖറബുമാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് പടച്ച റബ്ബിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയേതാ? ഒരാൾക്ക് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന, ആ പടച്ച റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന ഒരു നന്മ ഏതെന്നറിയുവോ? എപ്പോഴാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്നറിയുവോ? ഒരു മനുഷ്യന് സുജൂദിൽ കിടന്നാ ആ സമയത്ത് അവൻ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത സമയമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുജൂദ് അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ലോകത്ത് ഒരു മഖ്ലൂഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ഈ ലോകത്ത് ഒരാളുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പാടില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവര്? ആ സുജൂദ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുകയാണ്. എന്ത് ചോദിച്ചാലും അല്ലാഹു തരുമടോ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ദുരിതമാണ്. എല്ലാവരും ഉസ്താദേ, ഞാൻ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്, എനിക്ക് വീട് കിട്ടുന്നില്ല, എനിക്ക് മക്കളെ കിട്ടുന്നില്ല, എന്റെ കടം മാറുന്നില്ല, എന്റെ രോഗം മാറുന്നില്ല, സമാധാനമുള്ള ഒരു ജീവിതമില്ല, എന്റെ ദുആ സ്വീകരിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ടല്ലോ, സങ്കടം പറയുന്നവരുണ്ടല്ലോ. നിങ്ങളുടെ പ്രയാസം മാറണോ? നിങ്ങളെ ദുആയ്ക്ക് ഇജാബത്ത് വേണോ ഉമ്മ? നിന്റെ ദുആ സ്വീകരിക്കണോ ഉമ്മ? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ദുആ ചെയ്താ പോരാ, എവിടെയെങ്കിലും കടന്ന് കരഞ്ഞാ പോരാ. എപ്പോഴാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുവോ? നിബിധങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഫഅക്സിറു ദുആ, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദ് ചെയ്യുമ്പോഴാണ് ഒരു അടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഫഅക്സിറു ദുആ, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യൂ. പാപ്പാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറണോ? നിങ്ങളുടെ ദുരിതങ്ങൾ മാറണോ? നിങ്ങളുടെ പ്രതിസന്ധികൾ മാറണോ? സമാധാനമുള്ള ജീവിതം വേണോ? വീട് പണി തീരണോ? വീട് വേണോ? മക്കളെ വേണോ? എന്ത് പ്രയാസമാണെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കൂ. എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്താ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ പറയുന്നു, സുജൂദിന്റെ രണ്ടാമത്തെ പ്രതിഫലം, ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിൽ കിടക്കുമ്പോഴാണ്. അല്ലാഹുവിലേക്ക് ഒരടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിൽ കിടക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നീ സുജൂദിൽ കിടന്നു ദുആ ചെയ്യ്, ദുആഇനെ അധികരിപ്പിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയുനാ റസൂലുള്ളാഹി. നിർത്താറായോ? പിന്നെ എന്തിനാ വാച്ചി നോക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ചിലര് വാച്ചി നോക്കുന്നു. 10 മണിയായെന്ന് തോന്നുന്നു. ഉടച്ചവന് അള്ളാഹു ആ നോക്കിയ മനുഷ്യന്റെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ എന്ത് പറയാനോ, അദ്ദേഹത്തിന് എന്തോ തിരക്കുണ്ടെന്ന് തോന്നുന്നു. നിർത്താറായോ? തങ്ങൾ വരാറായോ? തങ്ങൾ വന്നോ? കറക്റ്റ് ടൈമാണ്. തങ്ങൾ എത്തിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രയാസ് ഉസ്താദെ, എന്റെ ദുആ ഞാൻ വീഡിയോ വെച്ചിട്ട് അല്ലാഹ് തരുന്നില്ല. എന്റെ കച്ചവടം നേരെയാകുന്നില്ല, എനിക്ക് വീടില്ല, മക്കളില്ല, പ്രയാസം പറയുന്നില്ലേ? നീ ദുആ ചെയ്യുന്നതിൽ എപ്പോഴും, എടാ ഞാൻ മക്കത്ത് പോയിട്ട് ഉംറ കഴിഞ്ഞിട്ട് തവാഫ് കഴിഞ്ഞിട്ട് മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ വന്ന് ഞാൻ നിസ്കരിക്കുമ്പോ എന്റെ അടുത്തൊരു മലയാളിയായ വാപ്പ സുജൂദിൽ കിടന്നിട്ട് കരയുകയാ. ആ ഉപ്പ സുജൂദിൽ കിടന്നിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ എന്റെ മോന്റെ കള്ളുകുടി മാറ്റി തരണേ പടച്ചവനെ. എവിടെ വെച്ചിട്ട്? കഅബാലയത്തിന്റെ മുറ്റത്ത് മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് ആ ഉപ്പ കരഞ്ഞുകൊണ്ട് പറയാ, പടച്ചവനെ എന്റെ മോനെ നേരെയാക്കണേ അല്ലാ, എന്റെ മോന്റെ കള്ളുകുടി മാറ്റണേ അല്ലാ. ആ ഉപ്പയ്ക്കറിയാം സുജൂദിൽ കിടന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? അവിടെ കിടന്നുകൊണ്ട് 3 ദിക്ർ പറയുന്ന പാടെന്താന്ന് നമുക്കറിയാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാക്ക കൊത്തണ പോലെ കൊത്തിയിട്ട് ചാടി എഴുന്നേക്കും നമ്മൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യണം. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് സുജൂദിൽ കിടന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ എപ്പോ വേണമെങ്കിലും ഒന്ന് അൽഹംദുലില്ലാഹ് ഒന്നുപെടുത്തിട്ട് മുസല്ലയിൽ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടി അത് കഴിഞ്ഞു പടച്ചവനെ ഒന്ന് സുജൂദിലേക്ക് വീഴണേ. എന്നിട്ട് അല്പനേരം അവിടെ കിടന്ന് ദുആ ചെയ്യണോ. എന്ത് വേണമെങ്കിലും അല്ലാഹു തരുമല്ലോ. എന്ത് ചോദിച്ചാലും സ്വീകരിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന കാര്യമാണ് സുജൂദ്. ആ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ റജബ് മാസമാ. ഇത് സാധാരണ ഒരു മാസമല്ല. റജബുന് ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാ. റജബ് അല്ലാഹുവിന്റെ മാസമാ. ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ പടച്ചവനോട് ചോദിക്കേണ്ടത് എന്തെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ ബർക്കത്തിനെ ചോദിക്കണേ സഹാബാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യണോ. നബി തങ്ങളുടെ മുമ്പിൽ വന്ന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഞങ്ങളുടെ വയറ്റുകളിൽ, ഞങ്ങളുടെ വയറുകളിൽ കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് സ്വഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ കമീസ് പൊക്കിയിട്ട് പ്രവാചകന്റെ മുമ്പിൽ സ്വഹാബത്തെ കാണിച്ചുകൊണ്ട് സങ്കടം പറയുകയാ. വിശപ്പിന്റെ കാഠിന്യത്താൽ കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന കാര്യം അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് വന്ന് പറയുമ്പോ ആ സ്വഹാബത്തിന്റെ വേദന കണ്ടിട്ട്, അവരുടെ പ്രയാസം കണ്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാ പ്രവാചകൻ തന്റെ കമീസ് പടം ഉയർത്തി കാണിക്കുകയാണ്. സ്വഹാബത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ 2 കല്ലാണ് നബി തങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നത്. എല്ലാവരും ഒരു കല്ല് വെച്ച് കെട്ടിയിട്ട് നിൽക്കുമ്പോ നബി തങ്ങൾ പടച്ചവനെ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ പെടുന്ന 2 കല്ല് തന്റെ വയറ്റിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. സ്വഹാബത്തിന് സങ്കടമായടോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് വന്ന് പറയേണ്ടി വന്നല്ലോ. സ്വഹാബത്തിന് സങ്കടമായി. നബി തങ്ങൾ ഇങ്ങനെ അതാ തന്റെ കമീസ് പൊക്കി കാണിച്ചപ്പോൾ, ഈ രംഗം കണ്ടപ്പോൾ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല.
അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അവസ്ഥ കണ്ടപ്പോ മഹാനായ ജാബിർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. സ്വഹാബാക്കളിൽ പലരും കരയുകയാണ്. പടച്ചവനെ, ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ, അല്ലാഹുവിന്റെ പ്രവാചകന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റിൽ 2 കല്ല് വെച്ച് കെട്ടിക്കെട്ടാണ് ആ ഹന്തക്കിന്റെ രണാങ്കണത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നബി തങ്ങൾക്ക് കൊടുക്കാൻ വല്ല ഭക്ഷണവുമുണ്ടോ? ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുകയാ, അല്പം റൊട്ടിയും കുറച്ച് ഇറച്ചിക്കറിയുമുണ്ട്. കൂടിപ്പോയാ 3 പേർക്ക് മാത്രമേ കഴിക്കാൻ അത് തികയുകയുള്ളൂ. കഷ്ടിച്ച് 3 പേർക്ക് തിന്നാനുള്ള ഭക്ഷണമേ ഉള്ളൂ എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുമ്പോ, അല്ലാഹുവേ, അതാ ഹന്തക്കിന്റെ രണാങ്കണത്തിലേക്ക് ജാബിർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്നിട്ട് നബിയുടെ ചെവിയുടെ അടുക്കൽ പോയിരുന്നു പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ വീട്ടിൽ ഒരല്പം ഭക്ഷണമുണ്ട് നബിയേ. അല്പം ഭക്ഷണം എന്റെ വീട്ടിലുണ്ട് നബിയേ. ഒരു 3 പേർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം എന്റെ വീട്ടിലുണ്ട് നബിയേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, എന്റെ വീട്ടിലേക്ക് വരാൻ അല്പം ചപ്പാത്തിയും ഇറച്ചിക്കറിയുമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പതുക്കെ ജാബിർ റളിയല്ലാഹു തആല അൻഹു ചെന്ന് പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് പറയുകയാ, ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തന്ന നബി തങ്ങൾ ദുആ ചെയ്ത മാസമാണ് റജബ് മാസം. ഈ റജബ് മാസത്തിൽ ബർക്കത്ത് എന്താണെന്ന് നിനക്ക് പഠിക്കാനായി ചരിത്രം പറഞ്ഞു തരുന്നത്, 3 പേർക്ക് കഴിക്കാൻ മാത്രം ഭക്ഷണമുള്ളൂ. ആ ഭക്ഷണവുമായിട്ടാണ്, ആ ഭക്ഷണം കൊടുക്കാനാണ് നബി തങ്ങളോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിലേക്ക് വാ നബിയേ, അങ്ങക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം, അങ്ങക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. ജാബിർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് ചെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു, സഹാബാ, ആ ഹംദക്കിന്റെ കിടങ്ങ് കുടിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബത്തെ, ആ സഹാബാ, ജാബിറിന്റെ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമുണ്ട് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിക്കുമ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടു പോവുകയാണ്. 3 പേർക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമേ വീട്ടിലുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ 80 സ്വഹാബത്തിനെ വിളിക്കുകയാ ഭക്ഷണം കഴിക്കാൻ. 80ഓളം വരുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വരാറ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജാബിറേ, അടുപ്പിലിരിക്കുന്ന ഇറച്ചിക്കറി ഞാൻ വരാതെ ഇറക്കരുത്, ഞാൻ വരാതെ റൊട്ടി ചുടാൻ തുടങ്ങരുത്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. പടച്ചവനെ, നബി തങ്ങളും 80ഓളം വരുന്ന സ്വഹാബത്തും അതാ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പടച്ചവനെ റൊട്ടി ചുടാ തുടങ്ങുകയാണ്. നബി തങ്ങൾ റൊട്ടി ചുടാ തുടങ്ങുകയാണ്. അടുപ്പിലിരിക്കുന്ന പാത്രത്തിൽ നിന്ന് നബി തങ്ങളെ സ്വഹാബത്തിന് അവിടുന്ന് കറിയൊടിച്ചു കൊടുക്കുകയാ, റൊട്ടി എടുത്തു കൊടുക്കുകയാ. പടച്ചവനെ, 3 പേർക്ക് മാത്രം കഴിക്കാനിരുന്ന ഭക്ഷണമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ 80ഓളം വരുന്ന സ്വഹാബത്തിന് കഴിക്കാൻ കൊടുക്കുകയാ. എല്ലാവർക്കും വയറ് നിറഞ്ഞടോ, എല്ലാവർക്കും വയറ് നിറഞ്ഞടോ. പിന്നെയും ഭക്ഷണം ബാക്കി വരികയാ, പിന്നെയും ഭക്ഷണം ബാക്കി വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്, ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. കോടിക്കണക്കിന് കിട്ടുന്നതിൽ കാര്യമില്ലടോ. കിട്ടുന്നത് കുറച്ചാകട്ടെ ചെറുതാകട്ടെ, അതിൽ അഭിവൃദ്ധി ഉണ്ടാവുക, അത് നിലനിന്ന് കിട്ടുക, ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ബർക്കത്ത് ഉണ്ടാകേണ്ടത് എവിടെയും അറിയുമോ? വർള ബിമാ കസബല്ലാഹു ലക തകുന്ന ഗിനന്നാ
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉപദേശം കൊടുത്തപ്പോ അവനൊന്ന് പറഞ്ഞു, അബൂ ഹുറൈറ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് ആരാണെന്ന് ചോദിച്ചാൽ അദാനിയാണ്, അംബാനിയാണ്. ഇല്ലെങ്കിൽ പടച്ചവനെ യൂസുഫ് അലി സാഹിബിന്റെ പേര് പറയുമല്ലോ. എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയുമോ? പണമുള്ളവനല്ല, ാരമുള്ളവനല്ല, ഏക്കറകണക്കിന് പറമ്പുള്ളവനല്ല. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന വാടക വീടാണ്, കഞ്ഞിയും പയറുമാണ്, പട്ടിണിയാണ്, പ്രയാസമാണ്, കൂലിപ്പണിക്കാരനാണ്. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടോ? നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യൂ. എന്തിനാ മടി കാണിക്കുന്നത്? എന്തിനാ മടി കാണിക്കുന്നത്? നിനക്കെന്ത് വേണമെങ്കിലും പടച്ചവനോട് ദുആ ചെയ്യൂ. നിന്റെ ദുആ സ്വീകരിക്കുന്ന സമയം എപ്പോഴാ? നിന്റെ ദുആയ്ക്ക് ഇജാബത്തുള്ള സമയം എപ്പോഴാ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, തങ്ങൾ പറയുകയാ, നിങ്ങൾ അധികമായിട്ട് ദുആ ചെയ്യണേ, നിങ്ങൾ അധികമായിട്ട് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ കരുണ കിട്ടുന്ന, പടച്ചവൻ കാരുണ്യം കാണിക്കുന്ന, അല്ലാഹുവിന്റെ ഏറ്റവും കൂടുതൽ സാമീപ്യം കിട്ടുന്ന സമയമേതെന്നറിയുമോ? അത് സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സുജൂദിന്റെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒരടിമയ്ക്ക് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന സമയം അത് സുജൂദിന്റെ വേളയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സുജൂദിന്റെ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പാപം ചെയ്യാത്ത ആരുമില്ലടോ. ഈ വഅദ് പറയുന്ന ഞാനാകട്ടെ, വഅദ് കേൾക്കുന്ന നിങ്ങളാകട്ടെ, ജീവിതത്തിൽ കോടാനുകോടി പാപങ്ങൾ ചെയ്തവരല്ലേ നമ്മൾ. പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും പാപം ചെയ്യുന്നവരാ, ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് വല്ല കണക്കുമുണ്ടോ സഹോദരാ? ഒന്ന് ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ഈ 11 മണി വരെ നീ ചെയ്ത പാപത്തിന്റെ കണക്കെടുക്കാ കഴിയുമോ? കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് പോലും എടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ലടോ. ഇന്നത്തെ ഒരു ദിവസം എത്രയോ പാപങ്ങൾ ചെയ്തവരാണ്. ഈ പാപം കഴുകണ്ടേ വാപ്പാ? ഈ പാപം മുഴുവനും കഴുകി കളയണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാപം കഴുകണമെങ്കിൽ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്നിട്ട് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിലൊന്ന് ചുംബിച്ചാ നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സാദേ ഹജ്ജിന് പോകാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഞാൻ പാപപ്പെട്ടവനാണല്ലോ, എനിക്ക് ആരോഗ്യമില്ലല്ലോ, എനിക്കൊരുപാട് കടമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കാരണങ്ങൾ പറയുമ്പോ പലരും ചോദിക്കുന്ന, ഉസ്താദ് ലക്ഷം മുടക്കി മക്കത്ത് ചെന്നാ ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് പോയിട്ട് അതിനടുക്കലൊന്ന് പോകാൻ പോലും കഴിയാറില്ലല്ലോ. അതിലൊന്ന് തൊടാൻ പോലും നമ്മളിൽ പലർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, പാപം പൊറുക്കാനുള്ള 2 നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. പാപം പൊറുക്കാനുള്ള 2 വഴികൾ ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത
പാപങ്ങൾ മുഴുവനും അവന്റെ തലയുടെ മുകളിലേക്ക് വരികയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിലേക്ക് വരികയാണ്. നിന്റെ തലയുടെ മുകളിലേക്ക് വരികയാണ്. നീ നിസ്കരിക്കാൻ കൈകെട്ടി അവിടെ നിന്ന് റുക്കൂ ചെയ്തു, നീ സുജൂദിലേക്ക് ചെന്നാ നിന്റെ പാപം മുഴുവനും നിന്റെ തലയുടെ പിരടിയുടെ മുകളിലേക്ക് വരികയാ. നീ സുജൂദിൽ കിടക്കുമ്പോ ആ പാപങ്ങൾ ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ നീ ചെയ്ത പാപങ്ങൾ അവിടെ നിന്ന് പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എത്ര കൂടുതലാണോ നീ കിടക്കുന്നത്, അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് സുജൂദ് ദീർഘിപ്പിക്കാൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ, സുന്നത്ത് നിസ്കരിക്കുമ്പോ ചാടി എഴുന്നേറ്റ് ഓടല്ലേ ഉമ്മാ. ചെറുപ്പക്കാരാ, പെട്ടെന്ന് സുജൂദിൽ നിന്ന് എഴുന്നേക്കല്ലേ മോനെ. ഒരല്പനേരം കിടക്കടാ, ഒരല്പനേരം കിടക്കടാ. ആ സുജൂദിൽ കിടക്കുമ്പോ നീ ചെയ്ത പാപം നിന്റെ പിടയിൽ നിന്ന് പൊടിഞ്ഞു വീഴുകയാ. സുജൂദ് ചെയ്താ നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സുജൂദിന്റെ പ്രതിഫലം പാപം പൊറുക്കലാടോ, പാപങ്ങൾ പൊറുക്കുമടോ. സുജൂദിൽ കിടക്കും തോറും നിന്റെ പാപങ്ങൾ പൊറുക്കുകയാ. വാപ്പാ, നിനക്ക് സുജൂദ് ചെയ്യാൻ മടിയല്ലേ? ഉപ്പമാര് ഉമ്മമാര്, പടച്ചവനെ ആരാടോ സുജൂദ് ചെയ്യുന്നത്? ആരാണ് സുജൂദ് ചെയ്യുന്നത്? പടച്ചവനെ നമ്മള് കസേരയിലിരുന്ന് നിസ്കരിക്കുന്നവരാ. നമ്മളിലധികം പേർക്കും സുജൂദ് ചെയ്യാൻ മടിയാണ്. പലർക്കും സുജൂദ് ചെയ്യാൻ മടിയാണ്. രോഗിയായ ഉപ്പാനെ ഞാൻ കുറ്റം പറയുകയല്ല, കഴിയാത്ത ഉമ്മാനെ കുറിച്ച് ഞാൻ പറയുകയല്ല. പടച്ചവനെ ആരോഗ്യമുള്ളവര് പോലും സുജൂദ് ചെയ്യാറില്ല. പടച്ചവനെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോ അവന്റെ പാപങ്ങൾ മുഴുവനും അവന്റെ തലയുടെ മുകളിൽ വരും. സുജൂദിലേക്ക് ചെല്ലുമ്പോൾ അത് തോളിലും പിരടിയിലും വന്നിരിക്കും. എന്നിട്ട് നീ സുജൂദിൽ കിടക്കുമ്പോ ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നീ ചെയ്ത പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നീ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ നിന്റെ കയ്യെ പിടിച്ചിട്ട് പറയും നീ സ്വർഗത്തിലാണെന്ന്.